ആദർശ് നൈനി ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അനി ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇന്ന് കവി നല്ല ടെൻഷനിലാണല്ലോ, ടെൻഷൻ ഉണ്ടാക്കുന്ന കവിതയാണോ ഉള്ളിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനി തിരിച്ച് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ടെൻഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏട്ടൻ ആ ടെൻഷൻ മാറ്റി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആരാധികമാരൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്, എവിടെയും ചെന്ന് കുടുങ്ങരുത് കേട്ടോ എന്ന് പറയുകയാണ്. പിന്നീട് അങ്ങനെ അനിയനോട് ഇങ്ങനെ ബ്രാഞ്ചിലേക്കൊക്കെ പോകാനായിട്ട് പറയുന്ന സമയത്ത് അച്ഛനും മുത്തശ്ശനൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അവർക്കൊക്കെ വയസ്സായി വരികയല്ലേ, അതുകൊണ്ട് നീ പോകുന്നില്ല എന്നാണോ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അബിയാണെങ്കിൽ ഇങ്ങനെ മെയിൻ ബ്രാഞ്ചിലെ സ്റ്റാഫാണ്, ഇനി അവൻ നോക്കിയിരുന്ന കാര്യങ്ങളൊക്കെ നീ വേണം ചെയ്യാനായിട്ട്, എല്ലാ ബ്രാഞ്ചിലേക്കും നീ ഇടയ്ക്ക് പോകണം, എനിക്കിങ്ങനെ വിശ്വാസമുള്ളവരല്ലേ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് നിന്നോട്ടെ ഏട്ടാ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അവിടെ ചെന്നിട്ടും കവിത എഴുതാനല്ലേ, അവിടെ നിൻ്റെ കവിതയാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് നിറയെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ നൈനയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താടാ നീ എന്നെ മാറ്റിയിട്ട് അവളോട് മാത്രം സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നീയാണ് അവളുടെ കവിത ഇങ്ങനെ മാഗസിനെ അയച്ചു കൊടുത്തത്, എന്നിട്ട് ഇങ്ങനെ അവനെ വഴി തെറ്റിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തി ഒന്ന് വന്ന്, എനിക്ക് ഏട്ടൻ അങ്ങനെ പലതും പറയുന്നു, തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നൈനേനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നന്ദുവിനെ കണ്ട കാര്യങ്ങളും നന്ദുവിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ അവളൊന്നും വിട്ട് പറഞ്ഞില്ല. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഏട്ടത്തിയുടെ കുടുംബം വിൽക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ, പലിശക്കാരന് 1,00,000 രൂപ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ അത് മറിച്ച് സഹായിക്കാനൊക്കെ പറയുമ്പോൾ നൈന പറയുന്നുണ്ട് അത് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തിയുടെ അമ്മയും അച്ഛനും ഒക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ വീട് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവുക, അപ്പോൾ അത് വിൽക്കുന്നതിനേക്കാളും നല്ലത് അതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും ഒന്നും പറയുന്നില്ല. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താ ഒന്നും പറയാത്തതെന്ന്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഞാൻ വിഷമിക്കുന്നു വിചാരിച്ചിട്ടാവും, നന്ദു പോലും ഇപ്പോൾ എന്നോട് വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാറില്ല, ഞാൻ ഇങ്ങനെ അനന്തപുരിയുടെ മരുമകളായപ്പോൾ നാട്ടുകാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഭാഗ്യമാണെന്ന്, പക്ഷേ ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു കടബാധ്യതയിൽ ഞാൻ എത്തി നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നൈന. ഞങ്ങളെ ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നൈന സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് നൈന അങ്ങനെ വരുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അവൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഒന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ നൈന കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നൈനയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നൈന ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ കണ്ണ് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ പൊടി വീണതാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ തോന്നി എനിക്ക് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കണ്ണിലും മനസ്സിലൊക്കെ പൊടി വീണിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടും കൂടി തുറന്നു പറയണം, എന്നാൽ ചിലപ്പോൾ അവർക്ക് ആ പൊടി എടുത്ത് മാറ്റാനായിട്ട് പറ്റിയേക്കും എന്ന് പറയാണ്. അപ്പോൾ നൈന പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ മാത്രം പൊടിയൊന്നും എൻ്റെ മനസ്സിൽ വീണിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് നൈന. അപ്പോൾ നൈനയ്ക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന് ആദർശിന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അനി അതിലെ വരുന്ന സമയത്ത് അനിയനോടും ചോദിക്കുന്നുണ്ട്, നീ എന്താ അവളോട് പറഞ്ഞതെന്ന്. അതല്ല, ഞാൻ ഏട്ടത്തിക്ക് ഒരു കവിത ചൊല്ലി കൊടുത്താണെന്ന് പറയാണ്. അപ്പോൾ എന്താ കവിത എനിക്ക് കേട്ടാൽ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏട്ടൻ്റെ കവിതയൊന്നും കേൾക്കുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയാണ്. പിന്നെ ഏട്ടനൊട്ട് മനസ്സിലാവില്ലല്ലോ എന്ന് പറയുമ്പോൾ, എനിക്ക് മലയാളത്തിൽ ഇത്ര പാണ്ഡിത്യമൊന്നുമില്ല, പക്ഷേ എന്നാലും എനിക്ക് മലയാളം കേട്ടാൽ അത്യാവശ്യം അറിയാനൊക്കെ പറ്റും. നീ എന്താ അവളോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച ശേഷം അവൾ ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്നൊക്കെ അങ്ങനെ അനിയനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും എന്നോട് പറയാനായിട്ട് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭർത്താവാണ് അത് ചോദിച്ചറിയേണ്ടത്, അങ്ങനെയാണ് നല്ലൊരു ഭർത്താവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല. ഞാൻ ശരിക്കും ഒരു നല്ലൊരു ഭർത്താവൊന്നും അല്ല, അത് ഞാൻ സമ്മതിച്ചു, നീ എന്തുണ്ടെങ്കിലും എന്നോട് പറയാനായിട്ട് പറയണം. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഏട്ടത്തിനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഏട്ടത്തിനോട് പറഞ്ഞു, ഇനി അങ്ങനെ ഭാര്യയും ഭർത്താവും സംസാരിക്കേണ്ടത് ഏട്ടത്തി തന്നെ ഏട്ടനോട് പറയട്ടെ എന്ന് പിന്നീട് വീണ്ടും ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നില്ല. ആ സമയത്ത് ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോൾ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല അവൾ വന്ന ശേഷം എന്ന് പറയുമ്പോൾ അനി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നൈനയാണെങ്കിൽ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് അവിടേക്ക് വന്നിട്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യമൊന്നുമില്ല എന്നൊക്കെ നൈന പറയുന്നുണ്ട്. അപ്പോൾ ഷെൽഫിൽ ഇങ്ങനെ പൈസ ഇരിപ്പുണ്ടല്ലോ, നിനക്ക് അതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുക്കാം, അതെന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പണത്തിന് അത്യാവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആദർശിനോട് കിടക്കാനായിട്ട് പറയാണ്. ആദർശേട്ടന് ലൈറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പുറത്തിരുന്ന് വരച്ചോളാം എന്ന് പറയാണ്. എനിക്ക് ലൈറ്റൊന്നും ഒരു ബുദ്ധിമുട്ടേ ഇല്ല, പക്ഷേ നിൻ്റെ വിഷമം കാണുമ്പോൾ അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നുള്ളതിൽ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഭാരങ്ങളൊന്നും അങ്ങനെ ആദർശേട്ടന് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു വിരുന്നുകാരിയല്ലേ എന്ന് പറയും. അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ടാന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമ്മയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും,
അമ്മയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലൊക്കെ എനിക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. അപ്പോൾ അങ്ങനെ ഭാര്യ വന്നപ്പോൾ അമ്മേനെ ഒഴിവാക്കി എന്നുള്ളതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ ആദർശേട്ടൻ്റെ ഹൃദയത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ ഞാനില്ല എന്ന് പറഞ്ഞാലും അത് സത്യമല്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് എന്താണെന്നും ആദർശേട്ടൻ പറയാത്തതെന്ന് അതിനെ ചോദിക്കുന്ന സമയത്ത് അതിനുള്ള ഉത്തരം പറയാനുള്ള സമയമൊന്നുമല്ല, നീ ഇപ്പം നിൻ്റെ പ്രശ്നമാണ് പറയേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അതിനെ വീണ്ടും ഡിസൈൻ വരയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നൈന പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നൈന അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ജാനകി അവിടെ വരുമ്പോഴേക്കും പാല് തിളച്ച് പോകാനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ജാനകി പെട്ടെന്ന് വന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നൈനയോട് പറയുന്നുണ്ട്, എന്താ മോൾക്ക് എന്താ പറ്റിയത്, മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തോളാം ജോലി, മോൾ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും ചായക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ചായ കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണ്. വീണ്ടും ആദർശം മോള് വിരുന്നുകാരിയാണ് ഒന്നോ മറ്റോ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇളയമേ എന്ന് പറയാണ്. എന്താ മോൾക്ക് പറ്റിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണെന്ന് ജാനകിയും പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിക്ക് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്ത് പറ്റി മോളെ, എനിക്ക് ചായക്ക് പകരം കോഫിയാണല്ലോ തന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ നൈന അത് മാറിപ്പോയിട്ടോ. അപ്പം നൈന അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണല്ലോ നിന്നിരുന്നത്. അതുപോലെ തന്നെ അനിയുടെ അച്ഛന് ഇങ്ങനെ കോഫിക്ക് പകരം ചായയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് എന്താ മോൾക്ക് പറ്റിയത്, എന്തുണ്ടെങ്കിലും തുറന്ന് പറയാനായിട്ട് പറയുകയാണ്. ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, മോൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അല്ലാതെ മോൾ ഇങ്ങനെ ആവില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനിയുടെ അച്ഛനും പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭർത്താവാണ് അത് ചോദിച്ചറിയേണ്ടതെന്ന് പറയുമ്പോൾ ആദർശ് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഭാര്യ പറയാതെ തന്നെ ഭർത്താവ് അറിയണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശ് നൈനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇവൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് കറി എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉപ്പിന് പകരം പഞ്ചസാരയൊന്നും എടുത്തിടരുത് എന്നൊക്കെ പറയുമ്പോൾ നൈന പറയുന്നുണ്ട്, ഞാൻ ഓരോന്നും അങ്ങനെ നല്ല ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്, അതിപ്പോൾ ഞാൻ നേരത്തെ കണ്ടല്ലോ, അങ്ങനെ കോഫിക്ക് പകരം ചായയൊക്കെ കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നൈന പറയുന്നുണ്ട്, എല്ലാവർക്കും ഓരോ ദിവസം ഓരോ മൂഡായിരിക്കില്ലേ, അപ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റുമെന്ന് അറിയാണ്. അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. പിന്നീട് ഗോവിന്ദനും കനകയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വീട് വിൽക്കാമെന്ന് പറഞ്ഞതിന് ശേഷം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. വീട് വിൽക്കാൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഗോവിന്ദേട്ടൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. എനിക്ക് വിഷമമില്ല എന്നൊന്നും വിചാരിക്കരുത് എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ കടങ്ങളൊക്കെ വീട്ടിയല്ലേ പറ്റുള്ളൂ, അതിന് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, നമ്മുടെ മക്കളൊക്കെ ജനിച്ച് വളർന്ന വീടല്ലേ, ഇത് വിൽക്കുന്നത് അവർക്കൊന്നും സഹിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ, ഇങ്ങനെ അവർ ജനിച്ച് വളർന്ന വീട്ടിൽ ഓരോരുത്തർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇത് വിറ്റിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇതാവുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നന്ദു അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നവ്യയുടെ പ്രസവവും കാര്യങ്ങളും എല്ലാം തന്നെ, അതിനൊക്കെ ഭയങ്കര ചിലവല്ലേ, അപ്പോൾ നമ്മൾ വീട് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൈസ കടം വീട്ടിൽ കഴിഞ്ഞാലും നമുക്ക് കുറച്ച് പൈസ മിച്ചം കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നൈനയ്ക്കും നവ്യയ്ക്കും എല്ലാം കൊടുക്കുക, എല്ലാവർക്കും അത്യാവശ്യങ്ങൾ കൂടുതലാണല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ പിന്നീട് കനകയാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുമ്പോൾ അങ്ങനെ നെഞ്ഞ് പൊട്ടിപ്പോകുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അന്വേഷണം ആദർശിൻ്റെ അടുത്തേക്ക് നൈന വരുന്നുണ്ട് ചായയും കൊണ്ട്. അപ്പോൾ നൈന എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നലെ രാത്രി വരച്ച ഡിസൈനൊന്നും നീ എന്നെ കാണിച്ചില്ലല്ലോ എന്ന്. കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എക്സലൻറ്റ്, ഇതിൽ ഞാൻ നിനക്ക് 100 മാർക്ക് തരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആദർശ് ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1,00,000 രൂപ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പണം വേണ്ടാന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിൻ്റെ ഡിസൈനും എനിക്ക് വേണ്ടാന്ന് പറയാണ് കേട്ടോ. ഈ ഡിസൈൻ ആര് വരച്ചാലും ഞാൻ അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കണം. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതാണ് അവരുടെ പൈസ. അതുപോലെ തന്നെ ചില സമയത്ത് ഇങ്ങനെ വിലപേശലൊക്കെ ആവശ്യമായും വരാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നീ വരച്ചതിനുള്ള കൂലിയല്ലേ നിനക്ക് തരുന്നതെന്ന് പറയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് പറയുമ്പോൾ നൈന അത് വേണ്ടാന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ വാശി അറിയാലോ, ഞാൻ പറഞ്ഞതാണ്, ഇനി മുതൽ നിൻ്റെ ഒരു ഡിസൈനും എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഒരു ഡിസൈൻ കൊണ്ട് ഞങ്ങൾ കോടികളാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് നീ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു കൂലിയല്ലേ തരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഓഫീസിലുള്ള പവിത്ര ഉണ്ടല്ലോ, അവൾ വരയ്ക്കുന്നതിനേക്കാളും കൂടുതലാണ് അവൾ ഇങ്ങനെ ശമ്പളം വാങ്ങിക്കുന്നത്, പക്ഷേ അത് അനാവശ്യമാണ്. അപ്പോൾ നീ ഇങ്ങനെ സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിനുള്ള കൂലിയെ ഞാൻ തന്നിട്ടുള്ളൂ. ഇനി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ അമ്മ ഒരു ഡിസൈൻ വരച്ച് തന്നാലും ഞാൻ അതിനുള്ള പ്രതിഫലം അമ്മയ്ക്കും നൽകും, ആരുടെയും സൗജന്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും നൈന പിന്നീട് ആ കാശ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കാശ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു,
ഇനി ഇതുപോലെ ഡിസൈൻ വരച്ച് തരുന്ന സമയത്തെല്ലാം നിനക്ക് അതിനുള്ള പ്രതിഫലം ഞാൻ ഇടയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നു പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശ് അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവം ഉണ്ടെന്ന് തോന്നി പോകുന്നതെന്നിങ്ങനെ സന്തോഷത്തോടുകൂടി മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്